കോഴിക്കോട് മുക്കത്ത് മാമ്പഴ പ്രേമികളുടെയും കർഷകരുടെയും ഒത്തുചേരൽ നടന്നു. തുടർച്ചയായ 5ാം വർഷമാണ് മാമ്പഴ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി മണ്ഡലം നിയുക്ത MLA CK കാസിം മാംഗോ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വിളയിച്ചെടുത്ത നാട്ടുമാങ്ങയുടെ മധുരം മുതൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വിദേശി മാമ്പഴങ്ങൾ ഉൾപ്പെടെ 100-ലധികം മാങ്ങകളുടെ പ്രദർശനവും രുചിമേളയും ഒത്തുചേരലിന്റെ ഭാഗമായി. മാങ്ങാപ്രാന്തന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മാമ്പഴപ്രേമികളുടെയും കർഷകരുടെയും ഒത്തുചേരൽ കൂടിയായിരുന്നു മാംഗോ ഫെസ്റ്റിന്റെ പ്രത്യേകത. വില കൂടിയ ജാപ്പനീസ് മാമ്പഴമായ മിയാസാക്കി തൊട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അപൂർവ നാടൻ മാങ്ങകളും മേളയ്ക്ക് മാറ്റുകൂട്ടി. ഇവിടെ ഒരു 125 വെറൈറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 60ഓളം വെറൈറ്റി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ടോട്ടൽ ഒരു 100-ലധികം വെറൈറ്റി ഫെസ്റ്റിന് വരാറുണ്ട്. ജൈവ തരത്തിൽ കൃഷി ചെയ്ത് വലിയ വിളവുണ്ടാക്കി ഇവിടെ എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയാണ്. ജീവകാരുണ്യ പ്രവർത്തനവും അതോടൊപ്പം തന്നെ പ്രോത്സാഹന പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ അഗ്രോ ഫെസ്റ്റ് ഇവിടെ നടന്നു പോകുന്നത്. ഇതൊരു അത്യപൂർവമായ മാങ്ങകളുടെ കാഴ്ച ബംഗ്ലാവ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയധികം വിവിധ മാങ്ങകളുള്ള വേറൊരു ആഗ്രോ ഫാം ഉണ്ടായിരിക്കില്ല. കാരാട്ടുകറുത്തപറമ്പിൽ പ്രകൃതി സ്നേഹിയും കർഷകനുമായ അബ്ദു പോയിലാണ് ഈ വേറിട്ട ആശയത്തിനു പിന്നിൽ. പുതിയ തലമുറയ്ക്ക് മാമ്പഴങ്ങളുടെ വൈവിധ്യത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. റെഡ് ഐവറി ഇതിപ്പോ നമ്മുടെ കേരളത്തിലേക്ക് കയറി വന്നൊരു നല്ലൊരു ഇനം മാങ്ങയാണ്. ബ്രൂണൈ കിങ് അതിന്റെ വലിപ്പത്തിലും അതിന്റെ ഷേപ്പിലും ഏവരെയും ആകർഷിക്കുന്ന ഒരു മാങ്ങയാണ്. കിങ് ഓഫ് ചക്കപ്പത്ത് BN7 എന്നൊക്കെ പറയുന്ന മാങ്ങയാണ്. നല്ലൊരു മാങ്ങയാണ്. നല്ല കഴിക്കാൻ അത്യാവശ്യം ഫ്ലഷ് ഉള്ളതും വണ്ടി വളരെ കനം കുറഞ്ഞ ഒരു മാങ്ങയാണ്. ഇതാണ് നമ്മുടെ മിയാസാക്കി മാങ്ങ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു മാങ്ങയാണ് മിയാസാക്കി മാങ്ങ. വിദേശ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും എന്നുള്ളത് പിന്നെ നമ്മുടെ കൃഷി എല്ലാ പഴങ്ങൾക്കും നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥ അനുയോജ്യമാണ്, പ്രത്യേകിച്ച് മാവുകൾക്ക്. തായ്ലാൻഡ് വെറൈറ്റികളായ റെഡ് ഐബറി, സൂപ്പർ ക്വീൻ, നാടൻ മാങ്ങകളായ കോട്ടൂർ കോണം, കൊളമ്പ്, ചക്കരക്കുട്ടി തുടങ്ങി 100-ലധികം മാങ്ങകൾ കാണാനും കഴിക്കാനും പറ്റിയെന്ന് ജനപ്രതിനിധികളും പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.